നിന്മാറോടു ചേരട്ടെ ഞാൻ യേശുനാഥ, ഇന്നേരം നീയാണെൻ്റെല്ലാം എന്നുമെന്നും എൻ പിതാവ്. ഞാനകന്നാലും നീയാകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. എൻ്റെ എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. നിന്മാറോടു ചേരട്ടെ ഞാൻ യേശുനാഥ, ഇന്നേരം നീ സ്നേഹം നൽകി, നീ പ്രാണൻ നൽകി, എന്നെന്നും നീ എന്നെ പുത്രനാക്കി. എൻ്റെ എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. നിന്മാർവോടു ചേരട്ടെ ഞാൻ യേശുനാഥ, ഇന്നേരം നീയാണെൻ്റെല്ലാം എന്നുമെന്നും എൻ പിതാവ്. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുന്നു. സങ്കീർത്തനങ്ങൾ 103 അതിൻ്റെ 2ഉം 3ഉം വാക്യങ്ങൾ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കും. നമ്മുടെ അകൃത്യങ്ങളെ ദൈവം മോചിക്കുന്നു, നമ്മുടെ രോഗങ്ങളെ ദൈവം സൗഖ്യമാക്കുന്നു. നമ്മുടെ പാപം ക്ഷമിക്കുകയും രോഗം സൗഖ്യമാക്കുകയും ചെയ്യും. പിതാവാം ദൈവം തൻ്റെ ഏകജാതനായ പുത്രനാം യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് മാനവരാശിയുടെ വിടുതലിന് വേണ്ടിയാണ്, രക്ഷയ്ക്ക് വേണ്ടിയാണ്, അനുഗ്രഹത്തിന് വേണ്ടിയാണ്. മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 9-ാം അധ്യായം 2-ാം വാക്യവും 6-ാം വാക്യവും നമുക്ക് ശ്രദ്ധിക്കാം. 2-ാം വാക്യത്തിൽ പറയാണ്, അവിടെ ചിലർ കിടക്കമേൽ കിടക്കുന്ന ഒരു പക്ഷപാതക്കാരനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവരുടെ വിശ്വാസം കണ്ട് പക്ഷപാതക്കാരനോട്, മകനെ, ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് 5-ാമത്തെ വാക്യം എൻ്റെ കർത്താവ് പറയാം, നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ കിടക്ക എഴുന്നേറ്റ് നടക്ക എന്ന് പറയും ഏതാകുന്നു എളുപ്പമെന്ന് ചോദിച്ചു. എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട്, എഴുന്നേറ്റ് കിടക്കയെടുത്ത് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. രോഗസൗഖ്യം മാത്രമല്ല, പാപങ്ങളെ മോചിക്കാൻ യേശുവിന് അധികാരം, യേശുവിന് കഴിയും. യേശു അതിനുവേണ്ടി വില കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ, ഈ മനുഷ്യ ജീവിതത്തിൽ നാം ഏറ്റവും അധികം ദൈവത്തെ സ്തുതിക്കേണ്ടത് എന്തിൻ്റെ കാര്യത്തിന് വേണ്ടിയാണ്? പുത്രനാം യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചതിനും യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കുകയും നമ്മുടെ അകൃത്യങ്ങൾ, പാപങ്ങൾ മോചിക്കുകയും ചെയ്തതുകൊണ്ടാണ് നാം ദൈവത്തെ ഏറ്റവും അധികം സ്തുതിക്കേണ്ടത് എന്ന് സങ്കീർത്തനക്കാരൻ പറയാണ്. ദൈവത്തിൻ്റെ സ്നേഹപൂർണമായ ദയ
അതാണ് ഈ സങ്കീർത്തനത്തിൽ കാണുന്നത്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇതിൻ്റെ 17-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയും, യഹോവേ എന്നെ സൗഖ്യമാക്കണമേ, എന്നാൽ എനിക്ക് സൗഖ്യം വരും. എന്നെ രക്ഷിക്കണമേ, എന്നാൽ ഞാൻ രക്ഷപ്പെടും. രക്ഷപ്പെടാൻ ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ മാനവരാശിക്ക് ദൈവം നൽകിയ ഒരൊറ്റ നാമമേ ഉള്ളൂ. അത് യേശു എന്ന അത്ഭുത നാമം. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ ശക്തിയാൽ മാറാത്ത രോഗങ്ങളില്ല, പാപങ്ങളില്ല. ദൈവവചനം പറ, അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം ലഭിച്ചിരിക്കും. അതുപോലെ പറയാണ്, യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. നമ്മളൊരു പാപത്തിന് അടിമപ്പെട്ടാണ് ജീവിക്കുന്നെങ്കിൽ പാപം മോചിക്കാൻ യേശുവിൻ്റെ രക്തം ഇന്നും ഗുണകരമായി പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് നമുക്കായിട്ടുണ്ട്. മറന്നുപോയത്. അങ്ങനെയാണ് പറഞ്ഞത്, പാപം ചെയ്തുവെങ്കിലോ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് നമുക്കായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പാപക്ഷമ, രോഗസൗഖ്യം ഈ ദൈവമക്കൾക്ക് തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് നമ്മുടെ അന്തരംഗം, ഹൃദയം ഏറ്റവും അധികം വാഴ്ത്തേണ്ടത് ദൈവത്തെ ഈ വിഷയത്തിന് വേണ്ടിയാണ്. കാർ ലഭിച്ചത് നല്ലതാണ്, ഭവനം ലഭിക്കുന്നത് നല്ലതാണ്, എല്ലാ അനുഗ്രഹങ്ങളും നല്ലതാണെങ്കിലും ഏറ്റവും വലിയ അനുഗ്രഹം നമ്മുടെ പാപങ്ങളെ ദൈവം മോചിച്ചു എന്നുള്ളതാണ്. നമ്മുടെ അകൃത്യങ്ങളെ യേശുക്രിസ്തു മുഖാന്തരം മോചിച്ച് നമ്മുടെ മക്കളാക്കി തീർത്തു എന്നുള്ളതാണ്. യേശുവിനെ കൈക്കണ്ടപ്പോൾ നമ്മൾ ദൈവമക്കളായി തീരാൻ ദൈവം അധികാരം തന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഉപകാരം, ഏത് ഉപകാരമാണ്? നമ്മുടെ അകൃത്യങ്ങളെ മോചിച്ചതും നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കുകയും ചെയ്തത് നമ്മൾ മറന്നു. എന്നിട്ട് അവൻ നിൻ്റെ ജീവനെ എന്ത് ചെയ്യുക? നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അവൻ്റെ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. എന്നിട്ട് നിൻ്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിൻ്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും. ഈ യൗവനം പുതുക്കി വരണമെങ്കിൽ നമ്മൾ പറയുന്ന വാക്കുകൾ സൂക്ഷിക്കണം. വായിക്ക് എന്ത് ചെയ്യാം? നന്മ കൊണ്ട് തൃപ്തി വരും. നന്മ പറഞ്ഞാൽ യൗവനം വരും. ജീവനും മരണവും ഒരു ദൈവപൈതൻ്റെ നാവിൽ ദൈവം വെച്ചിരിക്കുക. അതുകൊണ്ട് ഇന്ന് വചനം കേൾക്കുമ്പോൾ നാം ഒരു കാര്യം മറന്നു പോകരുത്. നമ്മുടെ പാപം ക്ഷമിച്ചതാണ്, അകൃത്യം മോചിച്ചിരിക്കുകയാണ്, അപ്പോൾ തന്നെ രോഗങ്ങളെ സൗഖ്യമാക്കുകയും ചെയ്തിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കണം. നമ്മുടെ വാഗ് നന്മ കൊണ്ട് നമുക്ക് നിറയ്ക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇന്ന് വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഞങ്ങളുടെ അകൃത്യം മോചിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാപം മോചിച്ച് അപ്പോൾ തന്നെ ഞങ്ങളെ സൗഖ്യമാക്കി, അവിടുത്തെ അടിപ്പിണരാൽ സൗഖ്യമാക്കിയിരിക്കാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നിനെ കേൾക്കുന്ന രോഗികൾ യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരാൽ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കും. സകല മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാടി യേശുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. നിൻ സ്നേഹം നൽകി, നീ പ്രാണൻ നൽകി, എന്നെന്നും നീ എന്നെ പുത്രനാക്കി. നീ സ്നേഹം നൽകി, നീ പ്രാണൻ നൽകി, എന്നെന്നും നീ എന്നെ പുത്രനാക്കി. എൻ്റെ എല്ലാമെല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. എൻ്റെ എല്ലാമെല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. നിന്മാർവോടു ചേരട്ടെ ഞാൻ യേശുനാഥ, ഇന്നേരം നീയാണെൻ്റെ എല്ലാമെല്ലാം. എന്നുമെന്നും
പിതാവ്. ഞാനകന്നാലും നീ അകലില്ല, ഞാൻ മറന്നിട്ടും സ്നേഹിച്ചു നീ. എൻ്റെ എല്ലാമെല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. നിന്മാർവോടു ചേരട്ടെ ഞാൻ യേശുനാഥ, ഇന്നേരം നീയാണെൻ്റെല്ലാമെല്ലാം. എന്നുമെന്നും എൻ പിതാവ്.